പെരിയ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുക മാത്രമായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാതെയാണ് ആക്രമണം ആസൂത്രണം ചെയ്തത്. പക്ഷേ എല്ലാം കൈവിട്ടുപോയി. പീതാംബരനെയും സുരേന്ദ്രനെയും കൃപേഷും ശരത് ലാലും മറ്റും ആക്രമിച്ചെങ്കിലും സമാധാനമായി പ്രശ്നം പരിഹരിക്കാനാണ് പാർട്ടി പ്രാദേശിക നേതൃത്വം ആദ്യം ശ്രമം നടത്തിയത്. പക്ഷേ പീതാംബരന് കടുത്ത അമർഷമുണ്ടായിരുന്നു. മകന്റെ പ്രായം വരുന്നവരുടെ അടിയും കൊണ്ട് നേതാവാണെന്ന് പറഞ്ഞ് നാട്ടിലൂടെ നടക്കാൻ. തുടർന്നാണ് തിരിച്ചടി കൊടുക്കാൻ തീരുമാനിച്ചത്. കിട്ടിയ തള്ളി കൊടുത്തു തീർക്കുക മാത്രമായിരുന്നു ലക്ഷ്യം. എന്നാൽ സംഭവം തുടങ്ങിയപ്പോൾ എല്ലാം പിടിവിട്ടുപോയി. പ്രതികളെ ആക്രമിച്ചു തുടങ്ങിയപ്പോൾ പീതാംബരന്റെയും കൂട്ടരുടെയും വൈരാഗ്യം കൂടി. അങ്ങനെ മർദ്ദനം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. അതോടെ പീതാംബരനും സംഘവും പാർട്ടി ഓഫീസിൽ അഭയം തേടി. പിന്നീട് നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഓരോ നീക്കവും നടന്നത്. കൊലപാതകം വ്യക്തിപരമായ വൈരാഗ്യം തീർക്കലാണെന്ന മൊഴി നൽകണമെന്ന് നിയമോപദേശം ലഭിച്ചതോടെ പീതാംബരൻ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തു. നിയമസഹായം ഉൾപ്പെടെ പാർട്ടി നൽകുമെന്ന് ഉറപ്പു നൽകി. അതോടെ പാർട്ടി എഴുതിയ തിരക്കഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പാർട്ടി തിരിച്ചടിക്കാത്തതിൽ നിരാശ കൊണ്ടാണ് ഇരുവരെയും കൊന്നതെന്ന് പീതാംബരൻ മൊഴി നൽകി. പാർട്ടിയിൽ പരാതി നൽകിയിട്ടും പ്രയോജനം ഉണ്ടായില്ല. ലോക്കൽ കമ്മിറ്റി അംഗമെന്ന പരിഗണന പോലും കിട്ടാത്തതോടെ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു. അതിനാണ് കഞ്ചാവിന്റെ ലഹരിയിൽ ആക്രമണം നടത്തിയതെന്നും മൊഴി നൽകി. മൊഴികളെല്ലാം അറസ്റ്റിലാകും മുമ്പ് ഏതോ ക്രിമിനൽ അഭിഭാഷകൻ പഠിപ്പിച്ചതാണെന്ന് അന്വേഷണ സംഘത്തിന് അറിയാം. അത് പോലീസിനെ വല്ലാതെ കുഴയ്ക്കുന്നുമുണ്ട്. പീതാംബരൻ നിരവധി കേസുകളിലെ പ്രതിയാണ്. പാർട്ടിക്ക് വേണ്ടി അക്രമം നടത്തിയതിന് പലതവണ മർദ്ദനം ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും വെളിപ്പെടുത്തിയിരുന്നു. മൂരിയനം മഹേഷ് വധക്കേസ്, പെരിയ വാദികര സംഘം ഓഫീസും വീടും കത്തിച്ച കേസിലും പീതാംബരൻ പ്രതിയാണ്. പാർട്ടിയിലെ സമാധാനകാംക്ഷികൾക്ക് പീതാംബരന്റെ രീതികളോട് താല്പര്യമില്ല. അവരിൽ പലരും മുമ്പ് പീതാംബരനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. പീതാംബരന്റെ ഉറ്റ സുഹൃത്തുക്കളായ 6 പേരാണ് കൊലപാതകത്തിൽ പങ്കാളികളായത്. മൂന്നാട് പീപ്പിൾസ് കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് CPM സംഘർഷം പെരിയയിൽ ഉണ്ടായത്. പ്രശ്നത്തിൽ ഇടപെട്ട പീതാംബരനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചു. അതിനുശേഷം കൃപേഷിനെയും ശരത് ലാലിനെയും ചില്ലിട്ട് ഫ്രെയിം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. തുടർന്ന് ബേക്കൽ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും നടപടിയെടുത്തില്ല. പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായിരുന്ന ഇരുവരും പ്രദേശത്ത് ഒരു ക്ലബ് രൂപീകരിച്ചെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ പീതാംബരൻ അടക്കമുള്ള CPM നേതാക്കൾ സമ്മതിച്ചിരുന്നില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.